ഹലോ ഗൈസ്, വെൽക്കം ടു റൈസ് അപ്പ് എത്തിക്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ്സ് പ്രോഗ്രാം. ഇന്ന് നമ്മൾ ഡേ 4 ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്: ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദി അഡ്ഹറൻസ് ടു എത്തിക്സ് ഇൻ ഹ്യൂമൻ ആക്ഷൻ വുഡ് എൻഷുർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സോ ഫസ്റ്റ് പാർട്ട് പറയുന്നത് അഡ്ഹറൻസ് ടു എത്തിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എത്തിക്സ് സീക്സ് ടു പ്രൊമോട്ട് ഗുഡ് ലൈഫ്, അല്ലെങ്കിൽ പ്രൊമോട്ട് ഇൻ ഹ്യൂമൻ ലൈഫിൽ എത്തിക്സ് എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്: ഹൗ ഡു എത്തിക്കൽ വാല്യൂസ് അസിസ്റ്റ് ഇൻ ദ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ഫേസ്ഡ് ബൈ ഹിം ഓർ ഹിസ് ഡേ ടു ഡേ ഫങ്ഷനിങ്. എങ്ങനെയാണ് എത്തിക്സ് ലൈഫിലുള്ള ഡേ ടു ഡേ ഇതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം പറയുന്നത് ഹൗ എത്തിക്സ് ഹെൽപ്സ് ഇൻ സ്മൂത്ത് ഫങ്ഷനിങ് എന്നുള്ളതാണ്. സോ ഹൗ എത്തിക്സ് ഹെൽപ്സ് ഇൻ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ സൊസൈറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തിക്സ് എല്ലാ കാര്യങ്ങളും ഈസി ആക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് പോലെ എസ്സെൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ട് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അതല്ല എന്ന് അത് അങ്ങനെ രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ബോഡി പാർട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പാർട്ട് എഴുതാം അല്ലേ. സെക്കൻഡ് പാർട്ടിൽ എന്താ വരുന്നത്? എത്തിക്സ് എങ്ങനെയാണ് ഹ്യൂമൻ ലൈഫിൽ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് എത്തിക്സ് സീക്സ് ടു പ്രൊമോട്ട് എന്നുള്ള പോയിൻറ്റ്സ് എഴുതാം. അത് 1, 2, 3, 4 പോയിൻറ്റ്സ് എഴുതാം, അല്ലെങ്കിൽ 3 പോയിൻറ്റ്സ് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ എഴുതി. ആൻഡ് തേർഡ് പാർട്ടിലേക്ക് വരുന്ന ആൻസറിൻ്റെ ഭാഗത്താണ് വരുന്ന ആൻസറാണ് ഹൗ എത്തിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡേ ടു ഡേ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു, ഡേ ടു ഡേ കോൺഫ്ലിക്റ്റിനെ എത്തിക്സ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. വേണം ഇവിടെ ഒരു ട്രാൻസിഷൻ പാരഗ്രാഫ് കൊടുക്കാം. ഹ്യൂമൻസ് ലൈഫ് ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എത്തിക്കൽ ഡിലമ, ഡേ ടു ഡേ ലൈഫ്. ദെൻ ഡേ ടു ഡേ ലൈഫ് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊറാലിറ്റി അല്ലെങ്കിൽ എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, റിലവൻസ് ഡേ ടു ഡേ ലൈഫിൽ പറയുന്ന രീതിയിലോ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുന്ന രീതിയിലോ ഇവിടെ ഒരു കൺക്ലൂഷനോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സ് എന്താവും, ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസറായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മളൊരു മോഡൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞതുപോലെ എത്തിക്സ് എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, മൊറാലിറ്റി ഈസ് ദ ബേസിസ് ഓഫ് തിങ്സ് ആൻഡ് ട്രൂത്ത് ഈസ് ദ സബ്സ്റ്റാൻസസ് ഓഫ് ഓൾ മൊറാലിറ്റി. അപ്പം മൊറാലിറ്റി എന്ന് പറയുന്നതാണ് എല്ലാത്തിൻ്റെയും ബേസസ്, ആൻഡ് ട്രൂത്ത് ഈസ് ദ സബ്സ്റ്റാൻസ് ഓഫ് ഓൾ മൊറാലിറ്റി. സത്യം പറയുക എന്നുള്ള ട്രൂത്ത് ലൈഫാണെന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് എല്ലാ മൊറാലിറ്റീൻ്റെ അടിസ്ഥാനം. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം, ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എത്തിക്സ് ആണ്. അപ്പം ഏത് ഓർഗനൈസേഷൻ്റെയും ബേസിക് ഫൗണ്ടേഷൻ എത്തിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, എത്തിക്സ് പ്രൊവൈഡ് എ മോറൽ ഫ്രെയിം വർക്ക് ദാറ്റ് ഫോസ്റ്റർ ട്രസ്റ്റ്, ഫെയർനെസ്, അക്കൗണ്ടബിലിറ്റി പില്ലേഴ്സ് എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫങ്ഷൻ ഓഫ് എനി ഓർഗനൈസേഷൻ സിസ്റ്റം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പെറൻ്റ് ആയിട്ടും എത്തിക്കലായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോബ്ലംസ് ലൈക്ക് കറപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ കൂടി കോട്ട് ചെയ്യാം. ഇപ്പോൾ എത്തിക്കൽ ഗവർണൻസിൻ്റെ സമയത്ത് സിവിൽ സർവൻറ്റ് എന്ത് ചെയ്യുന്നു, ഇമ്പാർഷ്യലായിട്ട് ഇരിക്കുന്ന സമയത്ത് ദ വിൽ മിസ്യൂസ് അതോറിറ്റിയൊക്കെ മിസ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി. സോ ബെറ്റർ ഗവർണൻസിന് അത് ഹെൽപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ബോഡീൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ, വാട്ട് എത്തിക്സ് സീക്സ് ടു പ്രൊമോട്ട് ഇൻ ലൈഫ്. ഇവിടെ തൊട്ടാണ് നമ്മൾ എക്സാക്ട്ലി ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യരുത്, ഒരുപാട് സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യരുത്. ഇതിനകത്തൊരു 40 വേർഡ്സ് ആ ഒരു റേഞ്ചിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് കംപ്ലീറ്റ്ലി ആയിട്ട് അതിനകത്ത് മാക്സിമം ചുരുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റിലെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ്, എത്തിക്സ് സീക്സ് ടു പ്രൊമോട്ട് ലൈഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിൻ്റാണ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ് അല്ലേ. എത്തിക്സ് എന്ത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിൽ നമ്മൾ കോമ്പാഷൻസ് പ്രൊവൈഡ് അല്ലേ, ആളുകൾ ഫെയർനെസ് ആക്കുന്നു, കോമ്പാഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, സെൽഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഫോർ അതേഴ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഗാന്ധി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ ഓപ്പോസിഷൻ ആളുകളെയും അല്ലെങ്കിൽ ഓപ്പോണൻറ്റുമായിട്ടുള്ള ഡിബേറ്റ്സുകളൊക്കെ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് ഓപ്പോണൻറ്റിനെ കാണുന്നത്. ഗാന്ധിയുടെ ക്യാമ്പയിൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എത്തിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആളുകൾക്ക് മോറൽ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സോഷ്യൽ ഹാർമണി എത്തിക്സിൻ്റെ ഒരു പ്രൊമോഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് നമ്മളിവിടെ പറഞ്ഞു. സോ ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് എങ്ങനെയാണ് നമുക്ക് ബെറ്റർ ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് സൊസൈറ്റിയിൽ വരിക, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ ഇന്നലെ നിങ്ങൾക്ക് പഠിച്ചുള്ള കീവേഡ്സുകൾ തന്നെയാണ് ഇവിടെ എല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പം ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി, അപ്ഹോൾഡ് ദ ട്രൂത്ത്ഫുൾനെസ്, റിലയബിലിറ്റി, മോറൽ കറേജ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. എക്സാമ്പിൾസ് ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ, മെട്രോമാനെ പോലെയുള്ള ആളുകളൊക്കെ അക്കൗണ്ടബിലിറ്റിക്ക്, ട്രാൻസ്പെറൻസിക്കൊക്കെ വലിയ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എത്തിക്സിൽ ബേസിക്കലി എത്തിക്കൽ സൊസൈറ്റി ആകുമ്പം അവിടെ മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടാവും. മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഹാർമണി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിളാണ് ഇപ്പം നമ്മുടെ ഉള്ള കേരളത്തിൻ്റെ ഹാർമണി, ഫ്ലഡിൻ്റെ സമയത്തുള്ള ഹാർമണി, കോവിഡിൻ്റെ സമയത്തുള്ള ഹാർമണിയൊക്കെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇൻഡിവിജ്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ബിക്കം മോർ റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ. ലൈഫിലുള്ള നമ്മുടെ ഓരോ സോഷ്യൽ ആക്ഷൻ്റെയും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഇപ്പം എക്സാമ്പിളായിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി റിസൈൻ ചെയ്ത എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി
എങ്ങനെയാണ് എത്തിക്സ് ഡേ ടു ഡേ ലൈഫിലുള്ള കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യുന്നതെന്ന് നോക്കുമ്പം ആദ്യം നമുക്ക് പറയാം ഡേ ടു ഡേ ലൈഫിൽ എന്താ ഒരാളെ സംബന്ധിച്ചുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് എത്തിക്കൽ ഡിലമാസ് ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യേണ്ടി വരും, അയാൾ നേരിടേണ്ടി വരും. ഇപ്പോൾ പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമുക്ക് വന്നേക്കാം. അതേപോലെ തന്നെ വാല്യൂസും ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചിട്ട് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എത്തിക്സ് ആക്ട് ആസ് എ മോറൽ കോമ്പസ് എന്നുള്ളതാണ്. വെൻ എവർ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ്, എത്തിക്സ് എന്ത് ചെയ്യും, അതിൽ ആ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ ഡിലമ റിസോൾവ് ചെയ്യാനുള്ള ഏത് ഡയറക്ഷനിൽ ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എത്തിക്സ് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിയോണ്ടോളജി എത്തിക്സൽ പെർസ്പെക്റ്റീവ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂട്ടി എത്തിക്സിൽ ഫോക്കസ് ചെയ്യാം. അല്ലെ വെർച്യു എത്തിക്സ് പറയുന്നുണ്ടെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് സമയത്ത് വാട്ട് ആർ ദ വെർച്യൂസ്, വി ഷുഡ് ഫോക്കസ് ഓൺ വെർച്യൂസ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാം. അപ്പോൾ ബ്യൂറോക്രസീൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നുണ്ട്, കമ്മിറ്റഡ് ബ്യൂറോക്രസി ആയിരിക്കണം. അപ്പം ആ രീതിയിൽ നമുക്ക് എങ്ങനെ ആക്ഷൻസ് എടുക്കാം എന്നുള്ളത് പറയാം. അതുപോലെ സെക്കൻഡ് പോയിൻ്റാണ് ബാലൻസിങ് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റ് എന്നാണ്. അതായത് എത്തിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ ബാലൻസ് ചെയ്യുന്നു. നമുക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ആളുകളെ മ്യൂച്വൽ റെസ്പെക്റ്റ്, ഡയലോഗ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. മ്യൂച്വൽ റെസ്പെക്റ്റ് എൻകറേജ് ചെയ്യുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുപോലെ തന്നെയാണ് കൺസിസ്റ്റൻസി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ തമ്മിലുള്ള ക്യാരക്ടർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടറിലൊരു കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടാകും. അയാൾ ഇൻറ്റഗ്രിറ്റി, ബേസിക്കലി അയാൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ പെരുമാറുന്നു എന്നുള്ളത് ഒരു ഗുഡ് തിങ് ആണ്. അതേപോലെ തന്നെ പ്രൊമോട്ടിങ് ഡയലോഗ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്സ് ഞാൻ പറഞ്ഞു. പ്രിവെൻറ്റിങ് അബ്യൂസ് ഓഫ് പവർ നമുക്ക് കാണിക്കാം. എത്തിക്കലായ ആളുകൾ എന്ത് ചെയ്യില്ല, പവർ അബ്യൂസ് ചെയ്യില്ല. അതോറിറ്റി റെസ്പോൺസിബിളായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ലോങ് ടൈം ട്രസ്റ്റും ലോങ് ടൈം സൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ ഒരു ട്രസ്റ്റ്ഫുൾ സൊസൈറ്റി ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ട്രാൻസ്പെറൻസി പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഗാന്ധിജിൻ്റെ താലിസ്മാനിൽ നമുക്ക് എന്താ, വെൻ എവർ വി ആർ ഇൻ എ ഡൗട്ട്, നമ്മൾ എന്ത് ചെയ്യണം, വീക്കസ്റ്റ് ഓഫ് ദ വീക്കസ്റ്റ് പേഴ്സണെ പറ്റി നോക്കിയിട്ട് അയാൾ അത് ബെനിഫിഷ്യലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ഡിസിഷൻ എടുക്കാം. അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവിനെ പറ്റി നമുക്ക് പറയാം. വെൻ എവർ വി ആർ ഇൻ ഡൗട്ട് എന്ത് ചെയ്യണം, യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവ് നമുക്ക് ഫോളോ ചെയ്യാം. അതും അല്ലെങ്കിൽ സെക്കൻഡ് ARSCൻ്റെ എക്സാം ഒരു കൺക്ലൂഷൻസ് നമുക്ക് കൊടുക്കാം. സെക്കൻഡ് ARC പറയുന്നത് എന്താണ്, സ്ട്രോങ് എത്തിക്കൽ ഫൗണ്ടേഷൻ ഫോസ്റ്റേഴ്സ് ട്രസ്റ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ബൂസ്റ്റിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി എല്ലാ ഓർഗനൈസേഷനിലും ചെയ്യുന്നു. സോ ഒരു എത്തിക്കൽ ഓർഗനൈസേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് ടൈമിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എത്തിക്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺക്ലൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ ആൻസർ റൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. I hope you guys understood. Thank you.